നമ്മുടെ വീട്ടിന്റെ മുറ്റത്തും വഴിയോരങ്ങളിലും വർഷം മുഴുവൻ പൂത്തുനിൽക്കുന്ന ഈ ചെടിയെ കണ്ടിട്ടില്ലേ? ചിലയിടങ്ങളിൽ ഇതിനെ ശവംനാറി എന്ന് വിളിക്കും, മറ്റു ചിലയിടങ്ങളിൽ നിത്യകല്യാണി എന്നും. എന്നാൽ ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. വെറുമൊരു അലങ്കാര ചെടിയല്ല ഇത്. മാരകമായ രോഗങ്ങളെപ്പോലും തളയ്ക്കാൻ ശേഷിയുള്ള ഒരു അത്ഭുത സസ്യമാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി ഒരു വലിയ ഔഷധശാലയാണ്. അതിൽ നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന പല ചെടികൾക്കും അത്ഭുതകരമായ രോഗശാന്തി ശേഷിയുണ്ട്. അത്തരത്തിലൊന്നായ നിത്യകല്യാണിയുടെ ഔഷധരഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മളിൽ പലരും ശവക്കോട്ടകളിലെ ഒരു പാഴ്ചെടിയായി മാത്രം കണ്ട് അവഗണിച്ചു തള്ളുന്ന ഒന്നാണ് ഈ നിത്യകല്യാണി. ശവംനാറി എന്ന വിളിപ്പേര് കൂടിയുള്ളതുകൊണ്ട് മിക്കവരും ഇതിനെ അത്ര കാര്യമായി ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. എന്നാൽ കേട്ടോളൂ, ലോകത്തെ ഞെട്ടിച്ച ആധുനിക വൈദ്യശാസ്ത്രം പോലും അതീവ അത്ഭുതത്തോടെയാണ് ഇന്ന് ഈ കൊച്ചു ചെടിയെ നോക്കിക്കാണുന്നത്. വൻകിട ലാബുകളിൽ പോലും കൃത്രിമമായി നിർമ്മിക്കാൻ പ്രയാസമുള്ള ചില അത്ഭുത മരുന്നുകൾ പ്രകൃതി ഈ കുഞ്ഞു ചെടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മാരകമായ ബ്ലഡ് ക്യാൻസർ അഥവാ രക്താർബുദ ചികിത്സയിൽ ഇന്നും ലോകമെമ്പാടും ഡോക്ടർമാർ ആശ്രയിക്കുന്ന വിൻക്രിസ്റ്റൻ, വിൻബ്ലാസ്റ്റൻ എന്നീ മരുന്നുകൾ വേർതിരിച്ചെടുക്കുന്നത് നമ്മുടെ ഈ സാധാരണ നിത്യകല്യാണിയിൽ നിന്നാണ്. അലങ്കാരമായി നട്ടുവളർത്തുന്നതിനേക്കാൾ വലിയൊരു ജീവൻ രക്ഷാ ദൗത്യമാണ് ഈ ചെടി ഔഷധലോകത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നിത്യകല്യാണി ഉപയോഗിച്ച് ചെയ്യാവുന്ന ലളിതമായ ചില വീട്ടുവൈദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചർമ്മ സൗന്ദര്യത്തിന് നിത്യകല്യാണി ഒരു മികച്ച മരുന്നാണ്. മുഖത്തെ കറുത്ത പാടുകളും മുഖക്കുരുവും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നിത്യകല്യാണിയുടെ ഇലയും വേപ്പിലയും പച്ചമഞ്ഞളും ചേർത്ത് നന്നായി അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടാം. ഇത് മുഖക്കുരു മാറാനും ചർമ്മത്തിന് തിളക്കം നൽകാനും സഹായിക്കും. അതുപോലെ തന്നെ വീട്ടുമുറ്റത്ത് വെച്ച് കടന്നലോ തേനീച്ചയോ മറ്റ് വിഷപ്രാണികളോ കടിച്ചാൽ ഒട്ടും പേടിക്കേണ്ടതില്ല. ഉടൻ തന്നെ കുറച്ച് നിത്യകല്യാണി ഇലകൾ കൈവെള്ളയിലിട്ട് തിരുമ്മി ആ നീര് കടിയേറ്റ ഭാഗത്ത് പുരട്ടുക. ഇത് അവിടുത്തെ വേദനയും നീറ്റലും കുറയ്ക്കുമെന്ന് മാത്രമല്ല, വീക്കം വരാതെ തടയുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ ചെറിയ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല നിത്യകല്യാണിയുടെ മഹാത്മ്യം. ഇതിന്റെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഔഷധ ഗുണങ്ങളെക്കുറിച്ചും പാരമ്പര്യമായി ഈ ചെടിയിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ഔഷധങ്ങൾ തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചും വളരെ വിശദമായൊരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ വായിച്ചറിയാൻ താൽപ്പര്യമുള്ളവർക്കായി ആ ബ്ലോഗിന്റെ ലിങ്ക് ഞാൻ താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളതൊന്ന് വായിച്ചു നോക്കണം.